Namaste, welcome to our channel, The Wheel of Fortune 7-7 Tarot. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റായിട്ട് തുടങ്ങുന്നുണ്ടോ? അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെയ്യാം. The Master, Participation, Celebration, okay, Mind, The Fool, Stress, bottom of the deck, Change. ഓക്കെ, സോ ഈ ഒരു എനർജീസ് നമ്മൾ നോക്കുകയാണ്. ഇതിനെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ആഫ്റ്റർനൂൺ എനർജീസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വ്യക്തി എന്തോ സെലിബ്രേഷന് പോയിട്ടുണ്ട്. എന്തെങ്കിലും പാർട്ടിക്കായിരിക്കാം പോയിട്ടുള്ളത് കൂട്ടുകാരുമായിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കാം പോയിട്ടുള്ളത്. കാരണം എനിക്ക് ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെലിബ്രേഷന് പോയില്ല, നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മീനിങ് ഒരിക്കലും നമ്മൾ ഹാപ്പി ആണെന്നില്ല. എപ്പോഴും നമ്മൾ ഒരു ഫംഗ്ഷനിൽ 4 ആൾ കൂടുന്നിടത്ത് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് റിലീഫാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഓവർ തിങ്കിങ് ഒക്കെ റിലീസ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു എനർജിക്കാണ് നമ്മൾ മിക്കപ്പോഴും വെളിയിലേക്ക് പോകുന്നതും ഔട്ടിങ്ങിന് പോകുന്നതും ട്രാവൽ ചെയ്യാൻ പോകുന്നതും ഒക്കെ മൈൻഡിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം ഈ ഒരു എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ വ്യക്തി ഒരു സെലിബ്രേഷനിലായിരുന്നു, കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പാർട്ടിയിലൊക്കെ അവരുടെ കുറച്ച് ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഡ്രങ്കൊക്കെ കുടിച്ച് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് സെറ്റായി നടന്നിട്ടുണ്ടായിരുന്നു. ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലോ കാര്യങ്ങളിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ചോ ഒക്കെ നടന്നിട്ടൊക്കെ ഉണ്ടാവാം. ഓക്കെ, എന്നിട്ട് പോലും ഇവരുടെ മൈൻഡിൽ 24/7 നിങ്ങളോടുള്ള ഒരു തോട്ട്സ് ആയിരുന്നു, നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുകയായിരുന്നു. കാരണം മൈൻഡ് ഈ ഒരു തോട്ട്സിലായിരുന്നു. ഓക്കെ, മറ്റുള്ളവരുടെ മുന്നിൽ ഈ ഒരു എനർജിയിലായിരിക്കാൻ നിന്നിട്ടുള്ളത്, പക്ഷെ മൈൻഡിൽ ഈ ഒരു എനർജി ആയിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ എല്ലാം കൂടി എന്താ പറയുക, കുഴഞ്ഞു മറിഞ്ഞിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ, ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഈ ഒരു വ്യക്തി ഉള്ളതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, ബാക്കിൽ നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ, മഴയുടെയാണ്. ഓക്കെ, എനിക്കറിയില്ലായിരുന്നു മഴ പെയ്യുമെന്ന്, പക്ഷേ വീഡിയോ ഓൺ ചെയ്ത് പകുതിയായപ്പോൾ മഴ പെയ്തു. ഓക്കെ, ഫുൾ കാർഡാണ് പിന്നെ നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പം ഓക്കെ ഫൈൻ. എന്നിട്ടും ഈ ഒരു വ്യക്തി ലൈക്ക് ഓക്കെ ഇത് എപ്പോഴും ഡെയിലി ഉള്ളതല്ലേ, മൈൻഡ് ചെയ്യണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ആ ഒരു തോട്ട്സിനെ എന്താ പറയുക സ്കിപ്പ് ചെയ്ത് കിട്ടും. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ. എന്നിട്ട് ഈ ഒരു വ്യക്തി എഗെയിൻ ആ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്തു, എഗെയിൻ ആ ഒരു കൂട്ടുകാരുടെ കൂടെ എഗെയിൻ എൻജോയ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കിതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, എനിക്കിതിലൊന്നും ഇഷ്യൂസ് ഇല്ല, ഞാൻ എംബ്രറാണ്. ഈ ഒരു എനർജിയിൽ ആൾ മാക്സിമം നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആൾക്കതിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഈ ഒരു വ്യക്തി എന്തോ ഒരു ആഘോഷങ്ങളും അടിച്ചു പൊളിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുകയാണ്. ശരിക്കും ആൾക്കത്ര ഹാപ്പിനെസ് ഒന്നുമില്ല, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ഹാപ്പിനെസ്സും ഇല്ല, സന്തോഷവും ഇല്ല, ഒന്നുമില്ല. നല്ല രീതിക്ക് മൈൻഡ് റിയാലിറ്റി ഇതാണ്, ഈ ഒരു മെൻറ്റാലിറ്റിയിലാണ്, ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ആളിരിക്കുന്നത്. ആൾ റിലേഷനിലാണെങ്കിലും ശരി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷനിലും ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരു ഗോയിങ് വിത്ത് ഫ്ലോ എനർജി ആയിരിക്കാം ഈ റിലേഷനിൽ. ഈ ഒരു വ്യക്തിയും ഒരു ലൈഫിൽ ഒരു ഗോയിങ് വിത്ത് ഫ്ലോ എന്നുള്ളൊരു എനർജിയിലായിരിക്കും നിൽക്കുന്നുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വ്യക്തി ഈ റിലേഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ റിലേഷനിൽ ഒരു ചേഞ്ച് വേണം എന്നാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ചേഞ്ചിൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം എന്താ, ഇവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു സോൾ ലെവൽ കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഇവർക്ക് എന്താ ലൈക്ക് എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ കണക്ഷനാണ് നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വരാറുണ്ട്. കാരണം ഇവർക്ക് എപ്പോഴും ഒരു കംപ്ലീഷനും ഒരു ഹാപ്പിനെസ്സും ഉണ്ടാകുന്നത് നിങ്ങളുള്ള സമയത്താണ്. അപ്പം ഇവർക്ക് നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി ഓർത്തിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യുബിൾ ആണ്. അത് എക്സ്പ്രസ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ ടിൻ ഫ്ലെയിമുമായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ
നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സോൾ കണക്ഷൻസോ ഉണ്ടായിരിക്കാം, സ്പിരിച്വൽ കണക്ഷൻസോ ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു ജന്മത്തിലും ഈ ഒരു ലൈഫ് ടൈമിലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്നതിൻ്റെ മെയിൻ റീസൺ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇത്രയും നിങ്ങളെ മറക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ആ ഒരു സോൾ കണക്ഷനാണ്, ആ ഒരു ടിൻ ഫ്ലെയിം ജേണി. എനിക്ക് ടിൻ ഫ്ലെയിം ജേണി ആയിട്ടാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ടിൻ ഫ്ലെയിം ജേണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ വരുന്നുള്ളത്. കാരണം ഇന്നനിയാണ് വന്നിട്ടുള്ളത്. ബാലൻസിങ്, പ്രസൻറ്റ് മൊമെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാലൻസിങ് ഇല്ലാത്തൊരു സ്റ്റേജാണിത്. പക്ഷേ ഇപ്പം ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ലൈഫ് ലോങ്, അപ്പം നിങ്ങളൊരു കോൺടാക്റ്റ് ഇല്ല, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവരുടെ മനസ്സിൽ 24 മണിക്കൂറും നിങ്ങളുണ്ട്. ഇവരുടെ തോട്ട്സുകളിൽ ഇവർ 100,000 കാര്യങ്ങൾ ഇവരുടെ മൈൻഡിൽ ഉണ്ടാവാം, എങ്കിലും അവരുടെ ആ ഒരു മൈൻഡിലും നിങ്ങളെന്നുള്ളൊരു വ്യക്തിയും ഉണ്ട്. നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള തോട്ട്സ് അവരുടെ മൈൻഡിലുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തോട്ടുകൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇങ്ങനെ ഫുൾ ടൈം ഇപ്പോൾ എത്ര എൻഗേജ്ഡ് ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഒരു മെമ്മറീസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജീസിനെയോ ക്രോസ് ചെയ്ത് പോകാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വൈസ് വേഴ്സ, നിങ്ങളുടെ എനർജീസ് ആവാം ഇത്. നിങ്ങൾ ഒത്തിരിയധികം എൻഗേജ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടാവില്ല. ബിക്കോസ് ദിസ് ജേർണി ഈസ് ടോട്ടലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേർണി ആവാം, സ്പിരിച്വാലിറ്റി ആയിട്ട് ടിൻ ഫ്ലെയിം ജേർണി ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കൗണ്ടർ പാർട്ടിൽ നിന്ന് ഇവരെ മറക്കാൻ നിങ്ങൾ പ്രാക്ടിക്കലി ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷേ യു കാൺ, നിങ്ങൾക്കത് പറ്റുന്നുണ്ടാവില്ല. ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഇനി നമുക്ക് റൈഡറുമായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് റീഡിങ്സും കൂടെ, കുറച്ച് കാർഡ്സും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഓക്കെ, ഇവിടെ 4 ഓഫ് വാൻഡ്സിൻ്റെ കാർഡാണ്. ആക്ച്വലി ഞാനത് റീയൂണിയൻ എന്നൊക്കെ ആയിരുന്നു പറയാൻ വന്നത്, പക്ഷേ സെയിം കാർഡ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൺ വരാനായിട്ടിരിക്കുകയായിരുന്നു, സൺ കാർഡ്. ഐ തിങ്ക് സംതിങ് ഈസ് റിലേറ്റഡ് ടു കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് റിലേഷനിൽ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഫേസിലേക്ക് വന്നിട്ടുള്ളത്. ബിക്കോസ് ഏതൊരു റിലേഷൻഷിപ്പിലും പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് 3 ഓഫ് പെൻറ്റക്കിൾസ് ഓൾസോ പാർട്ടിസിപ്പേഷൻ ഈസ് 3 ഓഫ് പെൻറ്റിക്കിൾസ്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ 2 കാർഡ്സും സെയിം എനർജിയാണ് കാണിക്കുന്നുള്ളത്. ഇവിടെ പാർട്ടിസിപ്പേഷൻ്റെ എനർജീസ് ഇല്ല. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഫേസിലേക്ക് പോയിട്ടുള്ളത്. കാരണം ഏതൊരു റിലേഷനിലും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല, ഒരു തരത്തിലും ഒരു സൈഡിൽ മാത്രമാണ് എഫോർട്ടെങ്കിലും ഒരിക്കലും ഒരു റിലേഷൻസ് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പോവില്ല. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തി ടയേർഡ് ആയിട്ടുണ്ടാവാം, ലൈക്ക് ഐ എം ഡൺ എന്നുള്ളൊരു എനർജിയിലായിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ തമ്മിലൊരു സെപ്പറേഷൻ ഫേസ് വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇതൊരു സെപ്പറേഷൻ ഫേസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു റീയൂണിയൻ മസ്റ്റായിട്ട് ഇവിടെ ഒരു റീയൂണിയൻ ഉണ്ടാവും. റീയൂണിയനുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ ഇവിടെ പെർമനൻറ്റ് റീയൂണിയൻ ആയിരിക്കാം, ചിലർക്കൊക്കെ റീയൂണിയൻ ആയിരിക്കാം. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ സെപ്പറേഷൻ ഫേസിലാണെങ്കിൽ 11 ഏഞ്ചൽ നമ്പർ നിങ്ങൾ ഫുൾ ടൈം കാണുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെ ലൈക്ക് നിങ്ങൾ എപ്പോൾ നോക്കിയാലും 11 ലൈക്ക് സംതിങ് ഈസ് റിലേറ്റഡ് ടു ടിൻ ഫ്ലെയിം ജേണി, അങ്ങനെയുള്ളൊരു എനർജീസ്. ടിൻ ഫ്ലെയിം ഇന്നൻ യാങ് കാണുക, ഇൻഫിനിറ്റി കാണുക. ഇതിൽ ഇൻഫിനിറ്റി ഉണ്ട്. ഇന്നൻ യാങ്ങിൻ്റെ സിമ്പിൾസ് നമുക്ക് വന്നിട്ടുണ്ട്. 11 വന്നിട്ടുണ്ട്. 11 ഫുൾ 111 വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടിൻ ഫ്ലെയിം ജേണിയുടെ ഏഞ്ചൽ ഗൈഡൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടാവും യൂണിവേഴ്സിൽ നിന്ന് ഡയറക്റ്റായിട്ടും. ഓക്കെ, ആ ഒരു എനർജീസാണ്. ഇപ്പം നിങ്ങളിതിലൊരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതിലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, സ്റ്റേബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഈ റിലേഷൻ. തോസ് ഹു ആർ സിംഗിൾസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നമുക്കതിലൊരു സ്റ്റെബിലിറ്റി വരും എന്ന് നമുക്ക് പറയാനായിട്ടൊക്കത്തില്ല. അക്കോർഡിംഗ് ടു യുവർ സിറ്റുവേഷൻസിലാണ് സ്റ്റെബിലിറ്റി വരുന്നുള്ളത്. അപ്പം നിങ്ങളുടെ മാരിറ്റൽ റിലേഷൻ ആണെങ്കിൽ അതിലൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടാവും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ ഇതിലൊരു കമ്മിറ്റ്മെൻറ്റ് വരും, ഇതിലൊരു മാരേജ് പോസിബിൾ ആവുന്നുണ്ടാവും.
ആദ്യം ഫാമിലീസൊക്കെ കുറേ ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ഒരു മാരേജ് ലൈഫിലേക്ക് പോകുന്നുണ്ടാവും, മാരേജിലേക്ക് ആവുന്നുണ്ടാവാം. ഒരു പക്ഷേ ഇവിടെ ഒരു 3 ഓഫ് പെൻറ്റിക്കിൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സി ആയിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആവാനായിട്ട് നിൽക്കുന്നതിൻ്റെ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം നിങ്ങളെ മാരേജ് ചെയ്യാൻ ഈ ഒരു വ്യക്തിക്ക് പറ്റാത്തത്. അപ്പോൾ വാട്ട് എവർ സിറ്റുവേഷൻ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു റിയൂണിയൻ പോസിബിൾ ആണ്. ഒരു പക്ഷേ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ ഒത്തിരി പേരൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, മാനിഫെസ്റ്റേഷൻസ് വർക്കൗട്ട് ആവുന്നുണ്ട്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റ് ആയിരിക്കാം ഒരു പക്ഷേ ഈ റിലേഷൻ ഇങ്ങനെ വീണ്ടും റീകണക്റ്റ് ആവുന്നത്. പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇവിടെ സിറ്റുവേഷൻസ് അതുപോലെ തന്നെ വരുന്നുണ്ടാവും. ലൈക്ക് ഇവിടെ റിയൂണിയൻ ഉണ്ടാവുന്നുണ്ടാവും, മാനിഫെസ്റ്റ് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി റിയൂണിയൻ ഉണ്ടാവണം തന്നെയാണ് ഡെസ്റ്റിനി. അപ്പം അത് തന്നെ സംഭവിക്കുന്നുണ്ടാവുള്ളൂ. സോ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, കാരണം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. നിങ്ങൾ റീഡിങ് ഫുൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ 1111 പേരിൽ ഇതിനെ ക്ലെയിം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യുക, റിയൂണിയനാണ് 1111 കാണിക്കുന്നത്, ന്യൂ ബിഗിനിങ്സിനെയാണ് 1111 കാണിക്കുന്നത്. സോ യെസ്, താങ്ക് യു സോ മച്ച്.